ഇന്നലെ ഇന്ത്യയിൽ ആദ്യമായി ഒരാൾക്ക് പാസീവ് യൂത്തനേസിയയ്ക്ക് അതായത് കരുണാവധത്തിന് സുപ്രീം കോടതി നേരിട്ട് അനുമതി നൽകിയിരിക്കുകയാണ്. 13 വർഷമായി അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഹരീഷ് റാണ എന്ന 32 വയസ്സുകാരന് വേണ്ടിയിട്ടാണ് ഈ ചരിത്രപരമായ വിധി. എന്താണ് ഈ വിധിയുടെ അർത്ഥം? ഇന്ത്യയിൽ ഇത് നിയമപരമാണോ? ഇതിന്റെ സാങ്കേതിക വശങ്ങളും ഗുണദോഷങ്ങളും എന്തൊക്കെയാണ്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. ആദ്യം തന്നെ ഇതിന്റെ പേര് മനസ്സിലാക്കാം. ഇതിനെ സാങ്കേതികമായി പാസീവ് യൂത്തനേസിയ എന്നാണ് വിളിക്കുന്നത്. ഒരു രോഗിക്ക് ജീവൻ നിലനിർത്താൻ നൽകുന്ന കൃത്രിമ സംവിധാനങ്ങൾ, ഫോർ എക്സാമ്പിൾ ട്യൂബ് വഴിയുള്ള ഭക്ഷണം, വെന്റിലേറ്റർ എന്നിവ മാറ്റുന്നത് വഴി മരണം സംഭവിക്കാൻ അനുവദിക്കുന്ന രീതിയാണിത്. ഇവിടെ ഡോക്ടർ മരുന്ന് നൽകി കൊല്ലുകയല്ല ചെയ്യുന്നത്, മറിച്ച് പ്രകൃതിദത്തമായ മരണം സംഭവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആക്റ്റീവ് യൂത്തനേസിയ അതായത് മരുന്ന് കുത്തിവെച്ച് കൊല്ലുന്നത് ഇപ്പോഴും നിയമവിരുദ്ധമാണ്. എന്നാൽ പാസീവ് യൂത്തനേസിയയ്ക്ക് ചില കർശന നിബന്ധനകളോടുകൂടെ കോടതി അനുമതി നൽകുന്നുണ്ട്. ഹരീഷ് റാണയ്ക്ക് കിട്ടിയ ഈ അനുമതി 2018 സുപ്രീം കോടതി വിധിയുടെ തുടർച്ചയാണ്. കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി ഒരു പ്രധാന കാര്യം പറഞ്ഞു വെക്കുന്നു. മര്യാദയോടെ മരിക്കാനുള്ള അവകാശം ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ഈ നിയമം നടപ്പിലാക്കാൻ 2023 കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. ഒരു മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് രോഗിക്ക് ഇനി തിരിച്ചു വരാനാവില്ല എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ ഈ അനുമതി ലഭിക്കുകയുള്ളൂ. ഹരീഷ് റാണയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ അപേക്ഷയും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും പരിഗണിച്ചാണ് കോടതി ഈ തീരുമാനമെടുത്തത്. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭേദമാകാത്ത രോഗാവസ്ഥയിൽ വർഷങ്ങളോളം അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദന അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. യന്ത്രങ്ങളുടെ സഹായത്തോടെ വെറുതെ ശ്വസിക്കുന്നതിനേക്കാൾ സമാധാനത്തോടെ മരിക്കാൻ രോഗിക്ക് അവസരം നൽകുന്നു. സാമ്പത്തികവും മാനസികവുമായി തകരുന്ന കുടുംബങ്ങൾക്ക് ഇതൊരു ആശ്വാസമാകാറുണ്ട്. നമുക്കിതിന്റെ ദോഷങ്ങൾ നോക്കാം. സ്വത്ത് തട്ടിയെടുക്കാനോ മറ്റോ ബന്ധുക്കൾ ഈ നിയമം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. ജീവൻ നൽകാൻ മനുഷ്യന് കഴിയില്ലെങ്കിൽ അതെടുക്കാൻ അവകാശമില്ലെന്ന് മതപരവും ധാർമ്മികവുമായ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകളിൽ പിഴവ് സംഭവിച്ചാൽ തിരിച്ചുവരാൻ സാധ്യതയുള്ള രോഗികൾക്ക് പോലും മരണം സംഭവിച്ചേക്കാം. ചുരുക്കത്തിൽ ഹരീഷ് റാണയുടെ കേസ് ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയിൽ ഒരു പുതിയ അധ്യായമാണ് തുറന്നിരിക്കുന്നത്. ജീവൻ എന്നത് ശ്വസിക്കൽ മാത്രമല്ല, അത് മര്യാദയോടെയുള്ള ഒന്നായിരിക്കണമെന്ന് കോടതി വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.